ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം കേട്ടോ. സ്ഥിരം പറയുന്ന പോലെ അമ്പലത്തിൽ പോയി വന്നാലോ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ചെയ്യാണ്. ജസ്റ്റ് ചെറിയ രീതിയിലൊരു മേക്കപ്പ്, പൗഡറും ലിപ്സ്റ്റിക്ക്, കണ്ണ്, അങ്ങനെ ചെറിയ രീതിയിലൊരു മേക്കപ്പ് ഒക്കെ ചെയ്യാണ്. ഹസ്ബൻഡ് ഇടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്, കഴിഞ്ഞില്ല ഇതുവരെ, ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ഒരു കണ്ണ് എഴുതുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ക്യാമറയിൽ നോക്കി ചെയ്യാമെന്ന്. അപ്പോൾ എനിക്ക് സെറ്റ് ആവുന്നില്ല, അതുകൊണ്ട് മിററിൽ തന്നെ നോക്കിയിട്ടാണ് എഴുതുന്നത് കേട്ടോ. അപ്പോൾ ഒരു കണ്ണ് എഴുതിയിട്ടുള്ള എന്നെ കാണാൻ എങ്ങനെയുണ്ട്, ചെറുക്കായിട്ടില്ലേ? അപ്പോൾ ഓക്കെ, രണ്ട് കണ്ണ് എഴുതി സെറ്റായി അങ്ങനെ കേട്ടോ. ദെൻ നമ്മൾ ലിപ്സ്റ്റിക്കാണ്, എൻ്റെ അടുത്ത് ആകെ ഒരു ലിപ്സ്റ്റിക്ക് തന്നെ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് തന്നെ ഡാസ്ലറിൻ്റെ ഒരു 30 എന്നോ എന്തോ ഷെയ്ഡാണ് തോന്നുന്നത്. ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഞാൻ ജസ്റ്റ് ഒരു ഷെയ്ഡിന് വേണ്ടിയിട്ട് മാത്രം ഒന്ന് അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓവറായിട്ടൊന്നുമില്ല. കണ്ടോ, ഈ ഒരു ഷെയ്ഡ് മതി എനിക്ക്. ആവാൻ ചെയ്യരുത്, എന്നാൽ ലൈറ്റായിട്ട് വേണേ, അങ്ങനെ ഒരു ടൈപ്പാണ് ഞാൻ യൂസ് ആക്കാറ് കേട്ടോ. ഓക്കെ, അപ്പോൾ മുഖത്തത്തെ ഫേസ് മേക്കപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, മുടി ഒന്ന് സെറ്റാക്കണം, അങ്ങനെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചെറുപ്പ് തപ്പിയാണ് ഞാൻ നേരത്തെ പോയത്, പക്ഷേ ചെറുപ്പ് കിട്ടിയില്ല. അപ്പോൾ ഈ ഒരു കോമ്പാണുള്ളത്, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അതെടുത്ത് വളവും ഒക്കെ അതുകൊണ്ട് തന്നെ ഞാൻ സെറ്റാക്കുകയാണ് കേട്ടോ. പിന്നെ അത് തിരഞ്ഞ് നടക്കാനുള്ളൊരു ടൈമില്ല. ഇനി നിങ്ങൾ കാണുന്നത് റിയാലിറ്റിയാണ്. അതായത് നമ്മൾ ഷോയ്ക്ക് കോമ്പൊക്കെ എടുത്ത് മുടി ചെയ്യുന്ന കാണിക്കാൻ നിന്നപ്പോഴാണ് കെട്ടിൻ്റെ അവസ്ഥ മനസ്സിലായത്. എനിക്ക് കുറച്ച് മുടി കട്ട് ചെയ്തതിന് ശേഷം പെട്ടെന്ന് കെട്ട് പിടിക്കാണ് കേട്ടോ. ആദ്യമുണ്ട് എനിക്ക്, എന്നും കെട്ടറുത്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് ജട പിടിക്കും മുടി. അപ്പോൾ ഇങ്ങനെ മുടിയൊക്കെ കെട്ടറുത്ത് കഴിഞ്ഞ് ഞാനിതാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ആ ബ്ലൂ ഡ്രസ്സ് ഇടാനാണ് വിചാരിച്ചത്. അപ്പോൾ ബ്ലൂ ഡ്രസ്സ് എല്ലാവരും കണ്ട് മടുത്ത് ഒരു ചേഞ്ചിന് ബ്ലാക്ക് ഡ്രസ്സ് എടുത്തിട്ടു. അപ്പോൾ ഇനിയുള്ള പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ ബാഗിക്ക് ഓരോ ഐറ്റംസ് എടുത്ത് പെറുക്കിയിടലാണ്. വൈപ്സ് തീർന്നിട്ടുണ്ടായിരുന്നു ബാഗത്തെ, അപ്പോൾ അതെടുത്ത് വെച്ചു. അതേപോലെ തന്നെ ടർക്കി, വാട്ടർ ബോട്ടിൽ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു. പിന്നെ കുഞ്ഞിന് കഴിക്കാനുള്ള ഐറ്റംസൊക്കെ എടുത്ത് വെച്ചു. പിന്നെ അതാ എല്ലാവരും കുട്ടിപ്പട്ടാളങ്ങളും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ഒരുങ്ങിയവരിതാ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ കാറിക്ക്. ശരിക്കും ഞങ്ങൾ ഇന്ന് കോഴിക്കോട് പോകാമായിരുന്നായിരുന്നു കേട്ടോ. പിന്നെയാണ് പ്ലാൻ മാറ്റിയിട്ട് അമ്പലത്തേക്ക് പോകാൻ എന്നാക്കിയത്. യോഗം അമ്പലത്തിൽ പോകാനാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഏതായാലും ഞങ്ങൾ കാറ് കയറി. കുട്ടിപ്പട്ടാളങ്ങളും അമ്മയും എല്ലാവരുമാണ് കാറിലുണ്ടായിരുന്നത്. പിന്നെ അതാ മുമ്പിൽ പോണ സ്കൂട്ടി കണ്ടോ, അത് ഏടത്തിയമ്മയും ഏട്ടനും കൂടെയാണ് പോകുന്നത്. അവരും രണ്ടാളും സ്കൂട്ടിയിലും, ഞങ്ങൾ കുട്ടിപ്പട്ടാളങ്ങളും ബാക്കിയുള്ളവരൊക്കെ കാറിലുമാണ് പോയത് കേട്ടോ. അപ്പോൾ കുഞ്ഞിൻ്റെ മോൻ കണ്ട കുറച്ച് വാശി പിടിച്ചിരിക്കുകയാണ് ആൾ. ഉറക്കത്തിൻ്റെ ഒരു ഇതുണ്ട്, പക്ഷേ കാറ് കയറി കാത്തു കണ്ടപ്പോൾ തന്നെ കുറച്ചൊക്കെ ഓക്കെ കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ ഫസ്റ്റത്തെ അമ്പലത്തിൽ പോയത് എടുത്തില്ല കേട്ടോ. കുന്നത്തുകാവ് അമ്പലത്തേക്കാണ് പോയത്. അവിടുന്ന് ഞാൻ അമ്പലത്തിൽ നിന്ന് തൊഴുത് ഇറങ്ങി കുറച്ചും കൂടെ എത്തിയപ്പോഴാണ് ആലോചിച്ചത് അതാ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അപ്പോൾ ഓക്കെ, അടുത്ത അമ്പലത്തിന് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അടുത്ത അമ്പലത്തിന് എടുത്തു. അവിടെ എത്തിയപ്പോൾ നടയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പുറത്തുനിന്ന് തൊഴുത് പോരാ ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ തിരുവാലി അടുത്തുള്ളൊരു മല്ലികത്തോട്ടം കാണാൻ വേണ്ടി പോയിട്ടോ. അവിടെ ഇതാ കൊച്ചുങ്ങളൊക്കെ കളിക്കുന്ന കണ്ടില്ലേ. ബാക്കി ഐറ്റംസ് ഒന്നും ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ 4 മണിക്ക് ശേഷമേ ഓപ്പൺ ആക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഏതായാലും അതിനിടയിൽ കൂടെയൊക്കെ പോയി ഫോട്ടോസൊക്കെ എടുത്ത് ഒന്ന് ചില്ലടിച്ചു. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ളപ്പോൾ ഈ ഒരു ഏറുമാടം പോലുള്ള സെറ്റപ്പിൽ ഇരിക്കാൻ നല്ല സുഖമാണ്. അവിടെ തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ വെളിയിലേക്ക് വരുമ്പോൾ, അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ചൂടിൻ്റെ ഒരു ഇത് നമുക്കറിയാം കേട്ടോ. അവിടെ ഇങ്ങനെ ഇരുന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിക്കാൻ നല്ല രസമാണ്. പിന്നെ ഞാനും കൊച്ചും ഇതിൻ്റെ ഇടയിൽ കൂടെ സ്ലോ മോഷൻ വീഡിയോസൊക്കെ എടുത്തു. കുഞ്ഞിന് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെന്താ, പ്രത്യേകിച്ചൊന്നുമില്ല, നേരെ വീട്ടിലേക്ക്. ലഞ്ചിനൊന്നും ഞങ്ങളൊന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ചെന്നിട്ട് വേണം എല്ലാം റെഡിയാക്കാൻ. അപ്പോൾ ഓക്കെ, ബായ്.